ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ സരസ്വത്യൈ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. ഉദ്ധവഗീതയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ ആത്മീയ തത്വങ്ങളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഏകാദശ സ്കന്ധത്തിലാണ് ഉദ്ധവഗീത വരുന്നത്. മഹാഭാരതത്തിൻ്റെ ഭാഗമാണ് ഭഗവത്ഗീത എന്നതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗീതയാണ് ഉദ്ധവഗീത. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദ്ധവഗീതയുടെ ഒരു ആമുഖം കണ്ടു. അപ്പോൾ ഏകാദശ സ്കന്ധത്തിലാണ് ഉദ്ധവഗീത വരുന്നതെന്ന് പറഞ്ഞു. അതിനു മുമ്പുള്ള ദശമസ്കന്ധത്തിലെ കുറച്ച് ഭഗവാന്റെ അവതാരം മുതലുള്ള കഥകളും ഒക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ടു. അതോടൊപ്പം തന്നെ ഏകാദശ സ്കന്ധത്തിൻ്റെ ഘടനയെക്കുറിച്ചും നമ്മൾ കണ്ടു. അതിൽ ഏകാദശ സ്കന്ധത്തിൽ 2 തരം ഗീതകൾ വരുന്നുവെന്ന് നമ്മൾ പറഞ്ഞു. ആദ്യമായി 1 തൊട്ട് 4 വരെ അധ്യായങ്ങളിൽ ജായന്തേയ ഗീത എന്ന നവയോഗി സംവാദം. അതിനുശേഷം 6-ാം അധ്യായം മുതലാണ് ഉദ്ധവഗീത തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ 1-ാം അധ്യായത്തിൽ യദുവംശത്തിൻ്റെ നാശത്തിന് കാരണമായ ബ്രാഹ്മണ ശാപത്തിൻ്റെ കഥ പറയുന്നു. അതോടുകൂടിയാണ് ഏകാദശ സ്കന്ധം തുടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഉദ്ധവഗീതയിലേക്ക് കടക്കുന്നതിനു മുമ്പേ യദുവംശത്തിൻ്റെ നാശത്തിൻ്റെ കാരണമായ ബ്രാഹ്മണ ശാപവും വസുദേവ നാരദ സംവാദം കൂടെ നമ്മൾക്കൊന്ന് കാണാം. അതിനുശേഷം നമ്മൾക്ക് ഉദ്ധവഗീതയിലേക്ക് കടക്കാം. എല്ലാം വളരെ ഗഹനമായ വിഷയങ്ങളാണ്. എല്ലാം ഇപ്പോൾ നമ്മൾക്ക് ഒരുമിച്ച് വിസ്തരിച്ച് പഠിക്കാനുള്ള സാവകാശമില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഉദ്ധവഗീതയാണ് നമ്മൾ വിസ്തരിച്ച് പഠിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്ലാസ്സിൽ. നവയോഗി സംവാദം അതിനു വേണ്ടിയിട്ട് തന്നെ നമ്മൾക്ക് വളരെ ഡീറ്റെയിലായിട്ട് പഠിക്കാനായിട്ട് വേറൊരു ക്ലാസ് നമ്മൾക്ക് ഇതിന് ശേഷം തുടങ്ങാം. തൽക്കാലം ചെറുതായിട്ടൊന്ന് അതിനെക്കുറിച്ച് കാണാം, എന്നിട്ട് ഉദ്ധവഗീതയിലേക്ക് പോകാം. ബ്രാഹ്മണ ശാപത്തെക്കുറിച്ചാണ് ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായി അവതരിച്ച ഭഗവാൻ കൃഷ്ണൻ ദുഷ്ടനിഗ്രഹം, ശിഷ്ടരക്ഷണം, ധർമ്മ സംസ്ഥാപനം എന്നീ അവതാര ലക്ഷ്യങ്ങളെല്ലാം ഭൂരിഭാഗവും നടപ്പാക്കി. എങ്കിലും യാദവ വംശത്തിൻ്റെ ശക്തി വളരെയധികം കൂടി വരുന്നതായിട്ട് ഭഗവാൻ കാണുന്നു. അവർ അധർമ്മികളും ദുഷ്ടന്മാരുമായി വളർന്നു വരികയാണ്. അപ്പോൾ ഭൂമിക്ക് അവർ ഒരു ഭാരമായി തീരും എന്നുള്ളത് ഭഗവാന് ബോധ്യമായി. ഇവർ ഭൂമിക്കൊരു ഭാരമായി തീർന്നു കഴിഞ്ഞാൽ പിന്നീട് അതിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാന് വീണ്ടും ഒന്നുകൂടി അവതരിക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തീരുമാനിച്ചു, എന്തു തന്നെയായാലും ഇവർ ധർമ്മത്തിന് വിരുദ്ധമായിട്ടാണ് വളർന്നു വരുന്നത്. അത് ഭൂമിക്ക് വലിയ ദോഷമാണ് ചെയ്യാൻ പോകുന്നത്. അനുവദിക്കാതെ തന്നെ ഇപ്പോൾ തന്നെ അവരുടെ ആ ഒരു യദുകുല നാശവും കൂടെ തീർത്തിട്ട് അവതാരം പൂർണ്ണമാക്കി തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോകാം എന്നാണ് ഭഗവാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ അവതാര ലക്ഷ്യമൊക്കെ പൂർത്തിയാക്കി പോകാൻ നിശ്ചയിച്ചിരിക്കുന്ന ആ സന്ദർഭമാണ് ഏകാദശ സ്കന്ധത്തിൻ്റെ തുടക്കം. ഇതിനായി യാദവകുലത്തിന് നാശം സംഭവിക്കുന്ന ഒരു ബ്രാഹ്മണ ശാപമുണ്ടായി. വിശ്വാമിത്രൻ, കശ്യപൻ, ദുർവാസാവ് തുടങ്ങിയ മഹർഷിമാർ എല്ലാവരും കൂടി ഒരിക്കൽ ഭഗവാനെ കാണാനായി ദ്വാരകയിൽ വന്നു. ഭഗവാനെ സന്ദർശിച്ച് മടങ്ങുന്ന വഴിക്ക് ആ വഴിയിൽ കുറേ യാദവ യുവാക്കൾ മഹർഷിമാരെ കണ്ടപ്പോൾ അവരെ അപമാനിക്കണമെന്നൊരു തോന്നൽ. അഹങ്കാരം മൂത്തിരിക്കുന്ന സമയമാണ് അവർക്ക്. അതുകൊണ്ട് അവർക്കിങ്ങനെ വേണ്ടാത്ത ചിന്തകളൊക്കെ ഉണ്ടായി. അപ്പോൾ മഹർഷിമാരെ കണ്ടപ്പോൾ അവരോട് ആ ഒരു ബഹുമാനമൊന്നും ഇല്ലാത്തൊരു അഹങ്കാരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ വിചാരിച്ചു ഇവരെ ഒന്ന് പരിഹസിക്കാം നമുക്ക് എന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് അവർ ആ യുവാക്കളുടെ കൂട്ടത്തിൽ സാക്ഷാൽ കൃഷ്ണൻ്റെ മകൻ സാമ്പനും ഉണ്ടായിരുന്നു. സാമ്പൻ ജാമ്പവതിയിൽ ഭഗവാനുണ്ടായ മകനാണ്.
സാമ്പൻ ഭയങ്കര സുന്ദരനായിരുന്നു, അതീവ സുന്ദരനായിരുന്നു. അപ്പോൾ അവർ സാമ്പനെ ഒരു ഗർഭിണിയായ യുവതിയെ പോലെ വേഷം കെട്ടിച്ചു. ദേഹത്ത് ധാരാളം വസ്ത്രമൊക്കെ ചുറ്റിച്ചൊരു ഗർഭിണിയെ മാതിരി വേഷമൊക്കെ കെട്ടിച്ചിട്ട് മഹർഷിമാരുടെ മുമ്പിൽ കൊണ്ട് ചെന്ന് നിർത്തിയിട്ട് ചോദിച്ചു, ഹേ മഹർഷിമാരെ, നിങ്ങൾ വലിയ ജ്ഞാനികളാണല്ലോ, നിങ്ങൾക്ക് ഭാവിയൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഈ ഗർഭിണിയായ യുവതിക്ക് ഏതു തരം കുഞ്ഞാണ് ജനിക്കാൻ പോകുന്നതെന്ന് പറയാമോ എന്ന് ചോദിച്ചു. മഹർഷിമാർക്ക് എന്തായാലും അവർ ഒന്ന് സംശയിച്ചു. അവർ നോക്കിയപ്പോൾ ത്രികാല ജ്ഞാനികളാണ് മഹർഷിമാർ. അവർക്ക് മനസ്സിലായി ഇത് ഇവരെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, യുവാക്കളുടെ അഹങ്കാരമാണ്. അപ്പോൾ ഇവർക്കൊട്ടും ഒരു പണി കൊടുക്കാം എന്ന് തീരുമാനിച്ചു. മഹർഷിമാരെന്ത് ചെയ്തു? അവർ പറഞ്ഞു, നിങ്ങളുടെ ഈ കുലത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോകുന്ന ഒരു ഇരുമ്പുലക്കയായിരിക്കും ഈ യുവതി പ്രസവിക്കുന്നത്. നിങ്ങൾ മാത്രമല്ല, അധർമ്മികളായി മാറിയ ഈ യാദവ കുലം മുഴുവനും അതിനാൽ തമ്മിത്തല്ലി നശിക്കും എന്ന് പറഞ്ഞു. അല്പം കോപത്തോടുകൂടി അത് പറഞ്ഞിട്ട് അവർ നടന്നങ്ങ് പോവുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ യുവാക്കൾക്ക് പേടിയായി. അവർക്ക് ചെയ്തത് ശരിയായില്ല എന്നവർക്ക് തോന്നി. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. അവർ സാമ്പൻ്റെ വേഷം അഴിച്ചു മാറ്റി നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു ഇരുമ്പുലക്ക കാണുകയും ചെയ്തു. അപ്പോഴേക്കും അവർ വല്ലാണ്ട് പരിഭ്രമിച്ച് ഉടനെ തന്നെ എല്ലാവരും കൂടി രാജാവായ ഉഗ്രസേനൻ്റെ അടുത്തെത്തി. ശാപത്തെക്കുറിച്ചും ഉലക്കയെക്കുറിച്ചും എല്ലാം പറഞ്ഞു. തങ്ങളുടെ നാശത്തിന് കാരണമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഇരുമ്പുലക്ക നല്ലവണ്ണം രാഗി പൊടിച്ച് കടലിൽ കലക്കാൻ രാജാവ് നിർദ്ദേശിച്ചു. അങ്ങനെ രാജാവ് പറഞ്ഞ അനുസരിച്ച് അവർ ഇരുമ്പുലക്ക നന്നായി രാഗി പൊടിച്ച് കടലിൽ കലക്കി. അവസാനം ഒരു ചെറിയ കഷ്ണം മാത്രം ബാക്കിയായി. അതവർ കടലിലേക്ക് എറിഞ്ഞു. ആ ഇരുമ്പ് പൊടികളെല്ലാം തിരമാലകളിൽ കൂടെ തീരത്തെത്തി. അവിടെ നിന്ന ഏരകപ്പുല്ലുകൾ, വളരെ ഉയരം കൂടിയ പുല്ലുകളാണ്, കടൽ തീരത്ത് വളരുന്ന പുല്ലുകളാണ്. ആ ഏരകപ്പുല്ലുകളിൽ ചേർന്ന് ഇരുമ്പ് പോലെ ശക്തിയുള്ള പുല്ലുകളായി അവ വളർന്നു. അവസാനം കടലിലേക്ക് എറിഞ്ഞ ആ ഒരു ചെറിയ കഷ്ണം, ഇരുമ്പ് കഷ്ണം, ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തെ വലയിൽ പിടിച്ച മുക്കുവൻ അതൊരു ജര എന്ന് പേരുള്ള ഒരു വേടന് വിറ്റു. അയാൾ ആ മത്സ്യത്തെ വീട്ടിൽ കൊണ്ടുപോയി മുറിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഇരുമ്പ് കഷ്ണം കിട്ടി. വേട്ടക്കാരനല്ലേ, അയാൾക്കത് സന്തോഷമായി. അയാൾ അത് വേഗം രാഗി മൂർച്ചപ്പെടുത്തി തൻ്റെ അമ്പിൻ്റെ അറ്റത്ത് നല്ല ഷാർപ്പായിട്ടുള്ളൊരു സാധനമായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സർവജ്ഞനും കാലാതീതനുമായ ഭഗവാൻ ഈ മുനിശാപത്തെ കേട്ടു, അറിഞ്ഞു. ഭഗവാൻ നിന്ദിക്കുകയോ ഒന്നും പറയുകയോ ചെയ്തില്ല. ഈശ്വരേച്ഛയല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ലല്ലോ. ഭഗവാൻ കൃഷ്ണൻ വിചാരിച്ചിരുന്നെങ്കിൽ ഈ ശാപം തടയാമായിരുന്നു. എന്നാൽ ഭൂമിയിൽ തൻ്റെ ലീലകളെല്ലാം അവസാനിപ്പിക്കാൻ ഇച്ഛിക്കുന്ന ഭഗവാൻ ഇതും ഒരു നിമിത്തമായി അതിനെ അനുവദിക്കുകയാണുണ്ടായത്. എല്ലാം മുൻകൂട്ടി കണ്ട ഭഗവാൻ ബ്രാഹ്മണ ശാപമേറ്റ യാദവരോട് ഇനിയിപ്പോൾ ശാപമുക്തിക്കായി പരിശ്രമിക്കണം എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് സമുദ്രതീരത്തുള്ള പ്രഭാസ തീർത്ഥം എന്ന പുണ്യസ്ഥലത്തേക്ക് പുറപ്പെടണം. അവിടെ പോയി തർപ്പണവും ഭജനവും ഈശ്വര പ്രാർത്ഥനയുമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശാപത്തിൻ്റെ ശക്തി കുറയ്ക്കാൻ പറ്റുമായിരിക്കും എന്നെല്ലാം പറഞ്ഞ് ഭഗവാൻ എല്ലാവരെയും അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും ശംഖോദ്വാരം എന്ന വേറൊരു തീർത്ഥക്കരയിലേക്ക് പോകുവാനും പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി ഇനി പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പാണ്. പ്രഭാസ തീർത്ഥം എന്ന് പറയുന്നത് ഗുജറാത്തിലെ സൗരാഷ്ട്രയിൽ അറബിക്കടലിൻ്റെ തീരത്തുള്ള ഒരു സംഗമസ്ഥാനമാണ്. ഹിരൺ, കപില, സരസ്വതി എന്നീ 3 നദികൾ കടലുമായി ചേരുന്ന ത്രിവേണി സംഗമമാണ് ഈ പുണ്യതീർത്ഥം. അപ്പോൾ യാദവ കുലം മുഴുവനും നശിക്കാൻ പോവുകയല്ലേ. ഇനിമേലിൽ തർപ്പണം ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതുവരെ എല്ലാവരും കൂടെ ചേർന്നിട്ട് പിതൃക്കൾക്ക് അവസാനമായി തർപ്പണം ചെയ്യാൻ ഭഗവാൻ എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ യാദവ വംശത്തിൻ്റെ സംഹാരത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദേവർഷിയായ നാരദ മഹർഷി ദ്വാരകയിലെത്തി. നാരദ മഹർഷി ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെ ഉപാസിക്കാനായി ദ്വാരകയിൽ എത്താറുണ്ട്, അവിടെ താമസിക്കാറുമുണ്ട്. അപ്പോൾ
അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നാരദ മഹർഷി വസുദേവരുടെ ഗൃഹത്തിലേക്ക് കയറി ചെന്നു. ഇവിടെ മുതൽ വസുദേവ നാരദ സംവാദം എന്ന ഭാഗവത ധർമ്മത്തിൻ്റെ ഉപദേശത്തിൻ്റെ ഒരു വലിയ ഗഹനമായ ഒരു വിഷയം ഇവിടം തൊട്ട് തുടങ്ങുകയാണ്. ഏകാദശ സ്കന്ധത്തിലെ അതിപ്രധാനമായ ഒരു പ്രകരണമാണ് വസുദേവ നാരദ സംവാദ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഭാഗവത ധർമ്മം. ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ശാശ്വതമായി മോചനം നേടാനുള്ള ഒരു അനുഷ്ഠാനമാണ് ഭാഗവതധർമ്മം. അതുകൊണ്ട് തന്നെ ഇത് എക്കാലത്തും എല്ലാ മനുഷ്യർക്കും അങ്ങേയറ്റം പ്രയോജനകരമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണല്ലോ. ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നുമുള്ള ശാശ്വതമായിട്ടുള്ള മോചനം, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അത് കേൾക്കാൻ എപ്പോഴും താല്പര്യമുള്ളതാണ്. ഇതാണ് ഈ സംവാദത്തിലെ വിഷയവും. അപ്പോൾ നാരദ മഹർഷി വസുദേവരുടെ ഗൃഹത്തിലേക്ക് വന്നു. സാധാരണയായി കഥകളിൽ ചിത്രീകരിച്ച് കാണുന്ന നാരദൻ ഒരു കലഹപ്രിയനാണ് അല്ലേ? നമ്മൾ മഹർഷി എന്ന് പോലും പറയാറില്ല. സാധാരണ നാരദൻ വരുന്നുണ്ട് നമ്മൾ പരിഹസിച്ചുകൊണ്ട് മറ്റുള്ളവരെ പോലും പരിഹസിച്ച് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കലഹപ്രിയനായിട്ടുള്ള നാരദ മഹർഷി അല്ല ഇവിടെ നമ്മൾ ഭാഗവതത്തിൽ കാണുന്നത്. ദേവർഷി നാരദനാണ്. ദേവർഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാരുടെ അല്ലെങ്കിൽ ഋഷിമാരുടെ എല്ലാം ദേവനാണ്. ഭഗവാന്റെ പരമഭക്തനാണ്, പരമജ്ഞാനിയുമാണ്. ത്രികാലജ്ഞാനിയാണ് നാരദ മഹർഷി. അതായത് ഭൂതം, ഭാവി, വർത്തമാനം എന്നീ 3 കാലങ്ങളെയും അറിയാൻ ശേഷിയുള്ളതാണ് ത്രികാലജ്ഞാനി എന്ന് പറയുന്നത്. അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിൻ്റെ പോലും മനസ്സറിയുന്ന ഭക്തനാണ് എന്നാണ് പറയുന്നത്. എപ്പോഴും നാരായണ 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 മന്ത്രം ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ലോകശാന്തിക്കായി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം രചിക്കാൻ വേദവ്യാസന് പ്രചോദനം നൽകിയത് നാരദനാണ്. കൂടാതെ വാൽമീകിക്ക് രാമായണ കഥ ഉപദേശിച്ചു കൊടുത്തതും അദ്ദേഹമാണ്. രത്നാകരൻ എന്ന വേടനെ വാൽമീകിയാക്കിയതും ഒക്കെ രാമായണ കഥകൾക്ക് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ ഭാഗവതത്തിൽ ധ്രുവനെ തപസ്സിലേക്ക് നയിച്ചത്, പിന്നെ പ്രഹ്ലാദന് വിഷ്ണുഭക്തി ഉപദേശിച്ചത് ഇതൊക്കെ നാരദ മഹർഷിയാണ്. ഭക്തിയെക്കുറിച്ച് ഏറ്റവും ലളിതവും എന്നാൽ ആഴത്തിലുള്ളതുമായ നാരദ ഭക്തിസൂത്രം അത് രചിച്ചത് നാരദ മഹർഷിയാണ്. ഭക്തി എന്നാൽ ഭഗവാനോടുള്ള പരമമായ പ്രേമമാണ് എന്നാണ് നാരദ മഹർഷി നമ്മളെ അതിൽ പഠിപ്പിക്കുന്നത്. പിന്നെ നാരദൻ മൂലം കലഹങ്ങൾ ഉണ്ടായാലും അതെപ്പോഴും ലോക നന്മയിലേക്കാണ് അവസാനിക്കുന്നത്. അത് ദുഷ്ടനിഗ്രഹത്തിനും ധർമ്മസ്ഥാപനത്തിനും വഴിതെളിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഭാഗവതത്തിൽ നമ്മൾ കാണുന്ന നാരദ മഹർഷി ഭഗവാന്റെ പരമഭക്തനായ പരമജ്ഞാനിയായ ദേവർഷിയാണ്. ഇത് നമ്മൾ ഓർക്കുക. അപ്പോൾ ഈ നാരദ മഹർഷി വസുദേവരുടെ ഗൃഹത്തിലേക്ക് വന്നു. വസുദേവർ വിധിയാമണ്ണം പാദപൂജയും എല്ലാം ചെയ്ത് സത്കരിച്ചു. എന്നിട്ട് വസുദേവർ മഹർഷിയോട് പറഞ്ഞു, മഹർഷി, പൂർവ്വജന്മത്തിൽ ഞാൻ വളരെ കാലം തപസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഭഗവാൻ എൻ്റെ പുത്രനായി അവതരിച്ചിരിക്കുന്നത്. മുക്തിപ്രദനായ ഭഗവാൻ എൻ്റെ പുത്രനായി കൂടെ ഉണ്ടായിട്ടും എനിക്ക് ദുഃഖവും ഭയവും ഒന്നും തീരുന്നില്ല, മാറുന്നില്ല. ഈ സംസാര ബന്ധനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല. ശാശ്വതമായ മോചനം, ഭയത്തിൽ നിന്നും സംസാര ദുഃഖത്തിൽ നിന്നും മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഭാഗവത ധർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ് വഴിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനാൽ ഭാഗവത ധർമ്മങ്ങൾ എന്താണെന്ന് അങ്ങ് എനിക്ക് ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞ് നാരദ മഹർഷിക്ക് സാഷ്ടാംഗ പ്രണാമം ചെയ്തു. വസുദേവരിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുവല്ലോ, അദ്ദേഹത്തെ പ്രശംസിച്ചു. തുടർന്ന് പണ്ട് വിദേഹ രാജാവായ നിമി 9 യോഗിമാരോട് ഇതേ ചോദ്യം ചോദിച്ച കഥ നാരദൻ വസുദേവർക്ക് വിവരിക്കുകയാണ്. അതായത് നിമി മഹാരാജാവോ നവയോഗീശ്വരന്മാരോട് ചോദിച്ച് അതിൽ നിന്ന് കിട്ടിയ ജ്ഞാനം വസുദേവർക്ക് ഒരു കഥ വഴി നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ഇനി ആ കഥ പറയുന്നു. അതിനുശേഷം നിമി നവയോഗീശ്വര സംവാദത്തിൻ്റെ ഒരു ചെറിയ രൂപം നമ്മൾക്കൊന്ന് കാണാം. വളരെ ഗഹനമായ തത്വങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ഡീറ്റെയിലായിട്ട് നമ്മൾക്ക് പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം തത്സത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.